സ്ഥാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഈ പാനപാത്രം കുടിക്കുകയും അപ്പം തിന്നുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എന്നിട്ട് അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ആര്? അയോഗ്യതയോടുകൂടി അയോഗ്യമായി ഇത് ഭക്ഷിച്ചാൽ. യോഗ്യത എന്താണ്? ഏറ്റവും ഒരു ചെലവുമില്ലാത്ത ഒരു യോഗ്യത മതി. ഒന്ന്, വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. രണ്ട്, യേശുക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്നത്. അടിസ്ഥാനമായി ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് സ്നാനമെടുക്കണം, ഇന്ന് കണ്ട പോലൊരു സ്നാനം. എന്നിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ അപ്പം വീഞ്ഞും ഭക്ഷിക്കാം. പക്ഷേ വീണ്ടും പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം, അല്ലെങ്കിൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറ്റങ്ങൾ ഏറ്റുപറയുന്ന ഒരു കാര്യം വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ചില സഭയിൽ കുർബാന, കുമ്പസാരം, രണ്ട് കാര്യങ്ങളുണ്ടായി. കുമ്പസാരം എന്ന് പറയുന്നത് ഒരു അച്ഛനോട് ചെന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന ഉപേക്ഷിക്കുന്നൊരു പരിപാടി. കുർബാന എന്ന് പറയുന്നത് അപ്പവീഞ്ഞുകളെ അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ ചിലർ വിശ്വസിക്കുന്നത് ഇത് യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുമെന്നാണ്. അങ്ങനെ ഇത് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. ഇത് യേശുവിൻ്റെ ശരീരത്തിനും യേശുവിൻ്റെ രക്തത്തിനും ഒരു സിമ്പലാണ്. പക്ഷേ ഇതൊരു വിശുദ്ധമായ ശുശ്രൂഷയാണ്. ഇതിലേക്ക് കൈ നീട്ടാൻ ആരും കുമ്പസാരിക്കണ്ട. കുമ്പസാരിക്കണം മനുഷ്യനോടല്ല, ദൈവത്തോട് കുമ്പസാരിക്കണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്ത് തൻ്റെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയണം. എന്നിട്ട് വേണം ഇതിലേക്ക് കൈ നീട്ടാൻ. അതിന് എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്നിട്ട് വായിച്ചാട്ടെ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇതിൽ പങ്കെടുക്കാൻ. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ഇതിലാർക്കൊക്കെ പങ്കെടുക്കാം. ഇന്ന് സ്നാനപ്പെട്ടതുപോലെ സ്നാനമെടുത്തവർക്ക്, ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നവർക്ക്, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് പങ്കെടുക്കാം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ യേശുവിൻ്റെ മരണത്തിൻ്റെ ആ സംഭവം മുന്നിൽ കണ്ടുകൊണ്ട് യെശയ്യാവ് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു വേദഭാഗം വായിക്കാൻ പോകുന്നു. അത് വായിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. മനസ്സിലാക്കണം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകാൻ അതുകൊണ്ട് സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് തിരുവത്താഴത്തിൽ പങ്കെടുത്ത് രോഗശാന്തി പ്രാപിച്ചവരുണ്ട്, ഈ സഭയിലുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്ക് നിങ്ങൾക്ക് ഒരു വിധത്തിലും ചികിത്സിച്ചിട്ടും മാറാതെ കിടക്കുന്ന രോഗമുണ്ടെന്ന് വിചാരിക്കുക. ഇന്നത്തെ തിരുവത്താഴത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ തിരുവത്താഴം ഞാൻ അടക്കുമ്പോൾ എൻ്റെ രോഗങ്ങളെ വഹിച്ച കർത്താവ് എനിക്ക് സൗഖ്യം തരണം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തിരുവത്താഴം എടുക്ക്. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. വായിച്ചാട്ടെ. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏത് വിഷയമുണ്ടെങ്കിലും കർത്താവ് നിങ്ങളുടെ വേദനകളെ ചുമന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവത്താഴത്തിൽ പങ്കെടുക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയത്തിന് യേശു പരിഹാരം തരും. വായിച്ചാട്ടെ. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു.
നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമ്മുടെ അകൃത്യം നിമിത്തവും നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അവൻ തകർന്നതെന്ന് വിശ്വസിക്കണം. നമുക്ക് വേണ്ടി പാപമില്ലാത്തവൻ പാപമായി തീർന്നു. എന്നിട്ട് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം അവന്റെ വന്നിരിക്കുന്നു. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സൗഖ്യം തരാൻ ഇന്നത്തെ ശുശ്രൂഷ ദൈവം ഇടയാക്കും. പ്രൈസ് ഗോഡ്. അടുത്തത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ നമ്മൾ ചുമത്തി. തോന്നിയ പോലെ നടന്ന കാലത്തുള്ള നമ്മുടെ സകല അകൃത്യങ്ങളും ദൈവം അവന്റെ മേൽ ചുമത്തി. എന്നിട്ട് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. നമ്മുടെ അതിക്രമ നിമിത്തം ദണ്ഡനം വന്നു. അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവന് കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. പ്രൈസ് ഗോഡ്. ഇതെല്ലാം യേശു ക്രിസ്തുവിൽ നിറവേറി. അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി തമ്പിച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ കർത്താവേ, തിരുവത്താഴം ആചരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടി തന്നതോർത്ത് സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം നീ തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങളെയും ശാപങ്ങളെയും വഹിച്ചുകൊണ്ട് പാപം സംബന്ധിച്ച് മരിച്ച് ഞങ്ങൾ നീതിക്ക് ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ കർത്താവേ, അതൊന്ന് ഓർക്കുവാൻ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഒരവസരം തന്നതോർത്ത് സ്തോത്രം. കർത്താവേ, നീ ഇതിനെ വാഴ്ത്തണമേ, നീ ഇതിനെ ശുദ്ധീകരിക്കണമേ. ഒരുക്കത്തോടെ ഇതിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ തരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നതായ കുറവുകളെ ഒന്ന് ഏറ്റുപറയുവാൻ ഈ സമയം ഞങ്ങളെ നീ സഹായിക്കണമേ. വിശുദ്ധിയോടുകൂടി പ്രാഗൽഭ്യത്തോടുകൂടി ഇതിലേക്ക് കരം നീട്ടുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, നീ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഇത് ഞങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിനും ആശ്വാസത്തിനും സമാധാനത്തിനുമായി തീരണമേ. ഞങ്ങൾക്ക് ആർക്കും ഇത് ശിക്ഷാവിധിക്കായി തീരല്ലേ. താവേ, ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് വിശുദ്ധിയോടുകൂടി ഇതിലേക്ക് പ്രവേശിച്ച് വിടുതലും അനുഗ്രഹവും പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. അപ്പം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇരുന്ന് കൊണ്ടെടുക്കരുത്. ഒന്നുകിൽ മുട്ടിന്മേൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്ന ഈ മഹത്തായ ശുശ്രൂഷയിൽ അതിന് യോഗ്യം പങ്കുകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവം നല്ലവനും വല്ലഭനുമായി ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നു. ഇനിയും നടത്താൻ ശക്തനാണ്. ഞങ്ങൾക്ക് വേണ്ടി കാലുവിൽ തകർക്കപ്പെട്ട നിന്റെ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഈ അപ്പത്തെ കർത്താവ് വാഴ്ത്തി തരുമാറാകണമേ. അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേനെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ
അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാൻ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകരാ, മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകരാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം ഏരിവാൻ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷകരാ, മനുഷ്യരിലെന്തു നന്മ കണ്ടു നീരക്ഷകരാ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ, മനുഷ്യരായി പാടുകേട്ടു കുരിശിന്മേൽ മരിച്ചു, മനുഷ്യരായി പാടുകേട്ടു കുരിശിന്മേൽ മരിച്ചു. പാപികൾ ആയ നാര വർഗത്തെ, പാപികളും ദ്രോഹികളും ആയ നാര വർഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമാ, വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമായി. കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, ഹൃദയത്തിൽ ദൈവസ്നേഹം
കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. പാപികളും ദ്രോഹികളും ആയ നാരവർഗത്തെ, പാപികളും ദ്രോഹികളും ആയ നാരവർഗത്തെ വീണ്ടെടുപ്പാനെത്ര കഷ്ടം സഹിച്ചു നീ ശാന്തമാ. വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് അവൻ അതിൻ്റെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അനേകരുടെ പാപത്തിൻ്റെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു. ഇതിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അത്താഴം കഴിഞ്ഞ ശേഷം കർത്താവ് പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകരുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ നിന്ന് താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ രക്തമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കർത്താവ് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അനേകർക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അവിടെ താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു, ഇതിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാവരും അപ്പം കഴിച്ചവർ പാനപാത്രം എടുത്ത് കയ്യിൽ വെച്ച് ഒരുമിച്ച് ഒന്നിച്ച് ഇത് പാനം ചെയ്യാം. നിങ്ങൾ കർത്താവിൻ്റെ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്ന പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ
ഉർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, ഉർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, കാട്ടുചെന്നായി കൂട്ടമായോരാളിനെ പീഡിച്ചപ്പോ, കാട്ടുചെന്നായി കൂട്ടമായോരാളിനെ പീഡിച്ചപ്പോ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, കൂട്ടമായി ദുഷ്ടരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേ, വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ, വഞ്ചക സാത്താനെ ബന്ധി ചന്തകാരം നീക്കുവാൻ, അഞ്ചു കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ, അഞ്ചു കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ, സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, ഊർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, മുള്ളുകൊണ്ടുള്ളോർ മുടിയാൻ മന്നവൻ തീരുത്തല, മുള്ളുകൊണ്ടുള്ളോർ മുടിയാൻ മന്നവൻ തീരുത്തലയ്ക്കുള്ളിലും പൂരത്തുമായി പാഞ്ഞ തിരുരക്തമേ, ഉള്ളിലും പൂരത്തുമായി പാഞ്ഞ തിരുരക്തമേ, യേശുവോടി ലോകർ അതിനെ താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ശിഷ്യന്മാർ കൊടുത്തുള്ളമേ, ഇത് അനേകരുടെ ശരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിനെ താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി ശരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തമാകുന്നു, കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് ചൊരിഞ്ഞ തിരുരക്തമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ പാനപാത്രം കുടിക്കാം. പ്രൈസ് ഗോഡ്. ആർക്കെങ്കിലും അപ്പമോ വീഞ്ഞോ കിട്ടാതുണ്ടെങ്കിൽ കരം ഉയർത്താം. ദൈവം നിങ്ങളെ ധാരാളം പെട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഈ ശുശ്രൂഷ വിളിച്ചറിയിക്കുന്നത് ഞാൻ വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിപ്പിക്കും. കർത്താവിൻ്റെ വരവ് വരെയും അവൻ്റെ മരണത്തെ പ്രസ്താവിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെയും പങ്കപ്പാടിനെയും ഓർക്കുന്ന ശുശ്രൂഷയാണ്.
ഈ ശുശ്രൂഷയിൽ കൂടെ നിങ്ങളൊരു കാര്യം അറിഞ്ഞ് പങ്കുകൊണ്ടു. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. ഇനി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഒരു ശുദ്ധീകരണത്തിൻ്റെ, ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഇന്ന് നിങ്ങൾ പ്രാപിക്കാനിടയായി. ഈ അനുഭവത്തിൽ പാപത്തെ വെറുത്ത്, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത് ഈ ശുശ്രൂഷ അറിയിക്കുന്നത് കർത്താവിൻ്റെ വരവോളം ഈ ശുശ്രൂഷ നടക്കും. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. നമ്മുടെ കർത്താവ് വരുമെന്ന് എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കണ്ണുനീർ തുടയ്ക്കുന്ന, വേദന മാറ്റുന്ന ഒരു സുദിനമുണ്ട്. നമ്മെ രൂപാന്തരപ്പെട്ട സ്വർഗത്തിലേക്ക് മേഘോന്നതങ്ങൾ എടുക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ നമ്മുടെ ദൈവസന്നിധി നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. ആ അനുഭവം നമുക്കുണ്ടാകണം. ആ ഭാഗ്യപദവി നമുക്ക് പ്രാപിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. അനേകരെ ഒരുക്കാം. അനേക ഗോതമ്പണികൾ പൊടിഞ്ഞ് ഒരപ്പമായി തീർന്നു. ആ ഒരപ്പത്തിൻ്റെ അംശങ്ങളായി നമ്മൾ തീർന്നു. ഇനി പരസ്പരം സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഒരു ജീവിതം, കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച്, പരസ്പരം ക്ഷമിച്ചും സഹിച്ചും വഹിച്ചും പുതിയ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമുക്കുണ്ടാകാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഒരു പാട്ട് പാടുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ പാട്ടിനൊത്ത് ഒരു ഒരുക്കം വരട്ടെ. വിശുദ്ധന്മാർ തമ്മിലും വിശുദ്ധ സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുമ്മനോട് വന്ദനം ചെയ്ത് നമുക്ക് പിരിഞ്ഞു പോകാം. പ്രൈസ് ഗോഡ്. ഞാനീ പറഞ്ഞ വിഷയങ്ങൾ ആ നോട്ടീസ് പോലെ 2 സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മേഘാരുടനായി മേഘാരുടനായി വന്നിടുവിൻ. 10,000 പേർകളിൽ സുന്ദരൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ, തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിടാൻ. വിശുദ്ധിയിൽ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയിൽ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ വരവെന്ന് മടുത്തുപോയി. മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ വരവെന്ന് മടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ, മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ദുഃഖങ്ങൾ, ശാപങ്ങൾ, പല വ്യാധികളാൽ ജനം തടിച്ചിരുന്നു. യുദ്ധങ്ങൾ, ശാപങ്ങൾ,